സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, BJP-യുടെ ഫണ്ട് തട്ടിപ്പ് വിവാദം പുകയുകയാണ്. ഈ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും BJP-യുടെ ആരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം. ഈ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അണികളും ആകാംക്ഷയിലാണ്. കാരണം അവർക്കും ഇത് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനിടയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ആരാനായിട്ട് ചെന്ന മാധ്യമങ്ങൾ അദ്ദേഹം ഇവിടെയല്ല വിദേശത്താണെന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ നേമത്തെ MLA ഓഫീസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായാനായിട്ട് മാധ്യമപ്രവർത്തകർ ചെന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ നിരാശനായി അകത്ത് കയറി പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം വിദേശത്തുണ്ടായിരുന്നപ്പോൾ പോലും ഇതിന്റെ ഗ്രാവിറ്റി വളരെ വലിയ രീതിയിൽ കൂട്ടുന്ന അൺഫാത്തമബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പരാതി പ്രവാഹമാണ് അദ്ദേഹത്തിന്റെ മെയിലുകളിലേക്ക് ചെന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പോരാത്തതിന് ഈ BJP ഫണ്ട് തട്ടിപ്പ് നടത്തിയ സംസ്ഥാന സെക്രട്ടറി പോലീസിൽ എന്നെ അപമാനിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തപ്പോൾ പോലീസ് അതിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഈ ഫണ്ട് തട്ടിപ്പ് ഒരു മാധ്യമങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനെക്കാട്ടിലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് BJP-യിലെ ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകളാണ്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? BJP-യിൽ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കളുടെ പേരുകൾ നമുക്ക് പറയാനായി സാധിക്കുമോ? ആരൊക്കെയാണ് അവർ? ിടയിൽ തന്നെയാണ് ഒരു ഹണി ട്രാപ്പിന്റെ ഒരു വലിയ വിവാദം വന്നത്. ഈ ഹണി ട്രാപ്പ് സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുത്തതാണ്. ഇതിന്റെ വിക്ടിം പരാതി കൊടുത്തതാണ്. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിരുന്നതാണ് സംസ്ഥാനത്ത് ഈ പരാതി. ഇതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഒരു BJP-യുടെ സംസ്ഥാന കൗൺസിൽ അംഗവും അഭിഭാഷകനാണ് അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം കൂടിയാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി അവരുടെ കേസുകൾ വാദിക്കേണ്ട ആളാണ് അദ്ദേഹം. ആ പുള്ളിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേസിൽപ്പെടുന്ന ഒരു പെൺകുട്ടി, സമാനമായ രീതിയിൽ പണത്തട്ടിപ്പിൽ കേസിൽപ്പെടുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇദ്ദേഹവുമായി പരിചയമുണ്ട്. ഈ BJP-യുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും സ്റ്റാൻഡിംഗ് കൗൺസിൽ നേതാവുമായ ഈ വ്യക്തിയായിട്ട് പരിചയമുണ്ട്. ഈ നേതാവിന്റെ അടുത്ത് വരുന്നു. ഈ നേതാവിന്റെ കുശാഗ്ര ബുദ്ധി, അതായത് ഫണ്ട് തട്ടിപ്പിലും ഈ നേതാവിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഈ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ സാമഗ്രികൾ എത്തിക്കുന്ന ഒരു നേതാവാണ്. ഈ നേതാവിന് കമ്മീഷനാണ് എല്ലാത്തിലും. ഇദ്ദേഹം കഴിഞ്ഞ സംഘടനാ സെക്രട്ടറി വന്ന സമയത്ത് സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കുക, ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് പോയിരുന്നു. സംഘടനാ സെക്രട്ടറിയാണ്. പോയി കഴിഞ്ഞപ്പോൾ സംഘടനാ സെക്രട്ടറിയോട് പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ സാമഗ്രികളുടെയും കോൺട്രാക്ട് എനിക്ക് തന്നാൽ ഞാൻ താങ്കൾക്ക് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. ഈ സംഘടനാ സെക്രട്ടറിയും വ്യത്യാസമാണ്. സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ RSSന്റെ ചുമതലയുള്ള RSS പ്രചാരകന്മാരെയാണ് സംഘടനാ സെക്രട്ടറിയായിട്ട് വിട്ടുകൊടുക്കുന്നത്. ആ പ്രചാരകന്റെ അടുത്താണ് പറഞ്ഞത് ഞാൻ താങ്കൾക്ക് കമ്മീഷൻ തരാമെന്ന്. പ്രചാരകൻ ഒന്നും വേണ്ടില്ല, അപ്പൊ തന്നെ പറഞ്ഞു എഴുന്നേറ്റ് ഇറങ്ങി പോടാന്നാണ് പറഞ്ഞത്. ആ വാക്കാണ് ഉപയോഗിച്ചത്. ഇറങ്ങി പോടാ വിടുമെന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇറങ്ങിപ്പോയിട്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല, പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്ക് പിന്നെ വരികയായിരുന്നു ചെയ്തത്. ഇതാണ് അതായത് ഈ വ്യക്തിക്ക് വേറൊരു പാർട്ടിയിൽ നിന്ന് വന്നതാ, വേറൊരു രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ BJP-യുടെ സിസ്റ്റങ്ങൾ അറിയത്തില്ല, സംഘടനാ സെക്രട്ടറി എന്താണെന്നറിയില്ല, സെക്രട്ടറി എന്താണെന്നറിയില്ല. അപ്പൊ ഇനി ഈ അഭിഭാഷകൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഭാഷകൻ അവിടെ തന്നെയുള്ള ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ താലൂക്കിൽ പെടുന്ന ഒരു പ്രവാസി, ആ പ്രവാസി ആയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം സ്വർണത്തിന്റെ ഇടപാടുകൾ, അതിന്റെ ബിസിനസ്സുകളും ഒക്കെ ഉണ്ട്. വലിയ പ്രവാസിയാണ് അദ്ദേഹം. വലിയ ബിസിനസ്സുകളും അനവധി കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ എന്താണ് പറയുന്നത്, അനവധി ബിസിനസ്സുകളുണ്ട് അദ്ദേഹത്തിന്. ആ വ്യക്തിയുടെ അടുത്തേക്ക് ഈ പെൺകുട്ടി ചില അശ്ലീല സന്ദേശങ്ങൾ വാട്സപ്പിൽ അയക്കുന്നു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഒരു പ്രവാസിയുടെ മൊബൈലിലേക്ക് ഈ പെൺകുട്ടിയുടെ ഒരു നഗ്ന ചിത്രം കൂടി അങ്ങോട്ടേക്ക് അയക്കുന്നു പ്രവാസി. സ്വാഭാവികമായും നമുക്കറിയാം, അപ്പുറത്തെ തലകരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നു. മരമല്ലല്ലോ അപ്പുറത്തിരിക്കുന്നത്, മനുഷ്യനല്ലേ, പ്രതികരിക്കാതിരിക്കില്ല. പ്രതികരിച്ചു. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ നേതാവ് ഈ പ്രവാസിയെ ഭീഷണിപ്പെടുത്തി 1 കോടി രൂപ കൈക്കലാക്കി. അതായത് നേതാവിന്റെ അസ്മാക്കാണ് ഈ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന പെൺകുട്ടി അല്ലെ? പെൺകുട്ടി പെടുത്തിയെന്ന് തന്നെ പറയാം. ഹണി ട്രാപ്പ് തന്നെയാണ് ഇത്. പെടുത്തുകയും ഈ നേതാവ് ഇത് വെച്ചുകൊണ്ട് ഈ പ്രവാസിയെ ഭീഷണിപ്പെടുത്തി 1 കോടി രൂപ വാങ്ങി. 1 കോടി രൂപ വാങ്ങിയതിന് ശേഷം വീണ്ടും ഒരു 35 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഈ പ്രവാസിയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇതോടുകൂടി നിക്കക്കള്ളിയില്ലാതെ പ്രവാസി അദ്ദേഹത്തിന്റെ മകനോട് ഈ വിവരം പറയുന്നു. മകൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകുന്നു. ഇതുവരെ അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല,
വീണ്ടും ഈ നേതാവ് പുളകിതനായി നടക്കുകയാണ്. ഈ നേതാവിന് അണികളുമായി യാതൊരു ബന്ധവുമില്ല. ഈ നേതാവിന് അണികളെ അറിയില്ല, അണികൾക്ക് നേതാവിനെയും അറിയില്ല. വല്ലപ്പോഴും ഫേസ്ബുക്കിൽ രണ്ട് ഫോട്ടോ. ഈ നേതാവ് തട്ടിപ്പുകളുടെ ഒരു കൂമ്പാരമാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു ഉന്നത നേതാവ് നടത്തിയ ആണ് ഇദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ, ഗുരു, ദൈവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ടൈമിൽ ഇദ്ദേഹം കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു. വീട്ടിൽ പോയി ഊണ് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഈ വേറൊരു സിസ്റ്റം. ഈ ഒരു രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതൊരു വലിയ സ്കാം ആണ് നടന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സംശയം അതല്ല, ഒരു BJPയുടെ സംസ്ഥാന നേതാവ്, കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം എങ്ങനെയാണ് ഇത്തരത്തിലൊരു അളിഞ്ഞ കേസിൽ, ഫണ്ട് തട്ടിപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നത്, അത് അവരുടെ നിത്യത്തൊഴിലാണ് എന്ന് പറയാം. പക്ഷെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതിനെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല എന്നുള്ളതും ആണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. ഒരു പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ ഈ ഇവരുടെ എല്ലാം പേര് വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. ഇനി ഈ ആലപ്പുഴ മറ്റൊരു വലിയ തട്ടിപ്പ് നടന്നെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിൽ 25,000 വോട്ട് പോലും തികച്ചു കിട്ടത്തില്ലെന്നുള്ള കാര്യം നഴ്സറി പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം. ഈ മണ്ഡലങ്ങളെ എ ക്ലാസ് മണ്ഡലങ്ങളാക്കിക്കൊണ്ട് 2.5 കോടി 3 കോടി രൂപയാണ് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കൊടുത്തത്. അതിൽ കൊടുത്ത ചില മണ്ഡലങ്ങളിലെ ഏറ്റവും ഫ്രോഡ് സ്ഥാനാർത്ഥികൾ, അതായത് സ്വന്തം ബൂത്തിൽ പോലും രണ്ടാമത് പോലും എത്താൻ കഴിയാത്ത സ്ഥാനാർത്ഥികളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളിൽ എന്ന് പറയുമ്പോൾ ഇവരും മറ്റു പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് സ്ഥാനക്കയറ്റം കൊടുക്കും. കാരണം അവർക്ക് ഈ കടക്കാനും മൂട്ടിക്കാനും പിരിവ് നടത്താനും എക്സ്പീരിയൻസ് കൂടുതലാണ്. മറ്റേ ഈ പരിവാർ സംഘടനയിൽ നിന്ന് വരുന്ന നേതാക്കന്മാരെ കണക്കല്ല. ഇവർക്ക് പരിവാർ സംഘടനയിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് കുറച്ചൊക്കെ സംഘടനയോട് സ്നേഹമുണ്ട്, ഇതുണ്ടാവില്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഉന്നതനായ നേതാവും ലോബിയുമാണ്. ഇവരുടെ കീഴിലാണ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തമായി കൊട്ടേഷൻ ടീമുകളുണ്ടെന്നാണ്, കൊട്ടേഷൻ വർക്കുകളുമുണ്ട്. ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഒക്കെ കോംപ്രമൈസ് ആക്കുന്ന അങ്ങനെ ഒരു സർവകലാ വല്ലഭനായിട്ടാണ് തിളങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം അടുത്ത MLA ആകുക, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനാകുക, പറ്റിയാൽ ദേശീയ അധ്യക്ഷൻ പദവിയിലേക്കൊക്കെ എത്തുക എന്നതൊക്കെയാണ് വലിയ സംഭവം. പുള്ളിയുടെ ഒരു അനുഭാവി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓറ ഭയങ്കരമാണെന്ന്. ഞാൻ പറഞ്ഞതിന് ഓറ എന്നല്ല പറയുന്നത്, കൂറ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണിത്. ഇനി ആലപ്പുഴ ജില്ലയിലെ ഈ മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഈ ജില്ലാ നേതാവ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുന്നത് തട്ടിപ്പിന്റെ കൂമ്പാരമാണ്. അതായത് അവിടെ ഒരു പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ പ്രമുഖയായ സ്ഥാനാർത്ഥിയുടെ ഫണ്ട് തട്ടിച്ചതുമായിട്ടുള്ള ആരോപണം നിൽക്കുന്നു. ഫണ്ട് തട്ടിപ്പിന്റെ ഒരു കൂമ്പാരമാണെന്ന് മാത്രമല്ല, ഒരു ലോബി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടെല്ലാം തട്ടിച്ചതിന് പരാതി പറയാനായിട്ട് പാവപ്പെട്ട അണികൾ ഇതിനെതിരെ നടപടി എടുക്കേണ്ട ജില്ലയിലെ മുതിർന്ന നേതാവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മുറ്റത്ത് കിടന്ന് തിളങ്ങുന്നത് 35 ലക്ഷം രൂപ വരെയുള്ള ഒരു കാറാ, പുതുപുത്തൻ കാറ്. ഇന്നലെ വരെ തേരാപ്പാറ നടന്ന നേതാവിന്റെ മുറ്റത്ത് 35 ലക്ഷം രൂപയുടെ കാർ. അദ്ദേഹമാണ് ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു വ്യക്തി. ആ കാറ് കണ്ടതോടി അണികൾ പിന്നെ എവിടെ പരാതി പറയുമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ മേൽത്തട്ടിൽ ഇവർ അച്ചടക്കം എന്ന് പറയുന്നതുകൊണ്ടാണ് നേതാക്കൾ വാ പൊളിക്കാത്തത്. പക്ഷെ അണികൾ ഇവരുടെ അച്ചടക്കം കേൾക്കണമെന്നില്ല. കാരണം ഈ നമുക്കറിയാം, ഈ സംഘപരിവാറിന്റെ അണികൾ എന്ന് പറഞ്ഞാൽ ഏകീകൃത സ്വഭാവമുള്ളതല്ല. അവരാണ് മിനിറ്റിനും 30 സെക്കൻഡ് കൂടുമ്പോൾ ഇവന്മാരുടെയൊക്കെ റീലിട്ടും ഫോട്ടോ ഇട്ടും ഇവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ നിശബ്ദതയാണ്. ആരും തന്നെ ഇവരെ പറയാൻ, മുമ്പ് ധനുഷ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു, അതായത് PR വർക്കിലെ തട്ടിപ്പിനെ കുറിച്ച്. അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എഴുതി. ഇന്ന് അവര് പോലും ഇതിനെ മെഴുകാനായിട്ടും വെളുപ്പിക്കാൻ രംഗത്തെത്തുന്നില്ല. വെളുപ്പിക്കാനുള്ള ടീമുകളെ ഇവർ വിളിച്ചിട്ട് പോലും ചെല്ലുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവർ പലരും സമീപിച്ചിരുന്നു, നിങ്ങളൊരു പോസ്റ്റ് ഇടണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവര് പോലും, കാരണം അവരുടെയൊക്കെ മനസ്സിലൊരു സംഘബോധം ഉള്ളത് കൊണ്ടാണ് അത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഈ നിലയിലേക്ക് അധപ്പതിച്ചു എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുകയും പ്രവർത്തകരിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്തു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർ ഇത്തരം ചില തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയാലും അവരവരുടെ പ്രവർത്തകർക്കൊപ്പം നിൽക്കും. കേസിനായാലും കാര്യങ്ങൾ. ഇവന്മാർ അതും ചെയ്യില്ല. ഇവന്മാർ ഈ പ്രവർത്തകരെയൊക്കെ അടിമകളെ കണക്ക് കാണുകയും പുച്ഛത്തിൽ കാണുകയും ചെയ്യുന്നത്. ഇതൊക്കെ കൂടുതലും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ്. ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കേന്ദ്രമാണ്. അതായത് ഒരു C ക്ലാസ് മണ്ഡലത്തിന്റെ യോഗ്യത പോലും ഇല്ലാത്തതൊക്കെ ഇത്രയും കോടി രൂപ വന്നത് എന്തിനാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം നമുക്കൊരു കൊച്ചു കുഞ്ഞോട് ചോദിച്ചാൽ അറിയാം എത്ര വോട്ട് കിട്ടുമെന്ന്. എന്നിട്ട് ഈ നേതാവ് അടിച്ച അടിയാണ് അതിലും വലിയ രസം. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നായന്മാർ എനിക്ക് വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും അന്വേഷണ കുതികളായ ചില നായന്മാര് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിൽ പോയി. അവിടെ ഒരു ആരുമില്ല, ആ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ നായന്മാരാരുമില്ല. സ്ഥാനാർത്ഥിയുടെ സ്വന്തം സമുദായം ബന്ധുക്കളുമേ ഉള്ളൂ. അവിടെ പോയി തിരക്കി ഇവന് അത്ര വോട്ട് കിട്ടിയെന്ന്. അത് കണ്ടപ്പോഴാണ് അവരുടെ കിളി പോയത്. ആ നേതാവാണ് ഈ വലിയ വലിയ മത്സരങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. അതായത് ഈ നേതാക്കന്മാർ ഇവിടെ വരും, ഇവർക്ക് റിസോർട്ടിൽ ആതിഥ്യം ഒരുക്കുക, ഇവർക്ക് മുന്തിയ മത്സ്യവും ഫുഡും കൊടുക്കുക. പിന്നെ ഇതൊരു ഗ്രൂപ്പാണ് ധനുഷ്. ഇത് അതായത് ഇപ്പം ഒരു സംസ്ഥാന നേതാവ് ഒറ്റയ്ക്ക് ഒരു കോടികൾ അഴിമതി കാണിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിക്കുന്നു, നടക്കത്തില്ല. ഇതൊരു ചെയിനാണ്. അതായത് ഇതൊരു കമ്മീഷൻ വ്യവസ്ഥയാണ്. മുകളിൽ തൊട്ട് താഴെ വരെയുള്ള ഒരു ചെയിനാണ് ഈ പരിപാടി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ BJP അവരുടെ ബഹുഭൂരിപക്ഷം വരുന്ന അനുഭാവികളുടെ അണികളുടെ വിശ്വാസ്യത ഒട്ടുമില്ല.
ഒരു വിശ്വാസ്യതയും ഇവർക്കില്ല. ഇവരാരും ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്നില്ല, ബൈറ്റുകൾ നൽകുന്നില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ താഴെ വരുന്നത് ആയിരക്കണക്കിന് ഇവരെ വിമർശിച്ചുകൊണ്ടുള്ളതും ആയിട്ടുള്ള കമന്റുകളാണ്. ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതായത് നനഞ്ഞു നാറി നിൽക്കുന്ന ഇവർക്ക് മാത്രം നാറ്റം അറിയുന്നില്ല. ഇവരുടെ ധാരണ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പുലികളായിട്ടൊക്കെ നിന്ന് സോഷ്യൽ മീഡിയയിൽ അഭ്യാസം കാണിച്ചെന്ന് ഒരുത്തൻ പോലും ഇപ്പോഴില്ല. സോഷ്യൽ മീഡിയ ഇല്ല. തല പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അണികളേറി അടിച്ചൊതുക്കും. ആ നിലയിലാണ് നിൽക്കുന്നത്. പിന്നെ ആലപ്പുഴയ്ക്ക് ഒരു പാരമ്പര്യം കൊണ്ടുണ്ട് കേട്ടോ. അവിടെ ഈ അഴിമതി കാണിക്കുന്നവരെ അവിടുത്തെ നല്ല പ്രവർത്തകർ കൈകാര്യം ചെയ്ത ചരിത്രമുണ്ട്, ഈ അവിടുത്തെ ജില്ലാ നേതാക്കളെയൊക്കെ. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളുണ്ട്. ഈ വലിയ തെമ്മാടിത്തരും ഈ അഴിമതിയൊക്കെ കാണിക്കുന്നവരെ തഞ്ചത്തിൽ വിളിച്ച് രണ്ടെണ്ണം കൊടുത്തു വിടുന്നുണ്ട്. കാരണം ഈ നേതാവ് ഒരിക്കലും പുറത്ത് പറയത്തില്ല അടി കിട്ടിയെന്ന്. കാരണം ആൾക്കാർ ചോദിക്കില്ല നിന്നെ എന്തിനാ തല്ലിയെന്ന് ചോദിക്കത്തില്ല. അപ്പൊ കാരണം പറയേണ്ടി വരും. കാരണം എല്ലാവർക്കും അറിയാലോ, പൊതുജനത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് അപ്പൊ അതും സാധ്യതയുണ്ട് കേട്ടോ. അധികം വൈകാതെ അങ്ങനെയുള്ള ചില വാർത്തകളും ഈ ജില്ലകളിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. 1-2 പേർക്കൊക്കെ പിതുക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല. അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് ശരിക്കും മാറി നിൽക്കുകയാണ്. മാറാത്തത് മാറും എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് അപേക്ഷയുള്ളത്, താങ്കൾ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഈ നാട്ടിലെ യുവാക്കൾക്കുണ്ടായിരുന്നു, യുവജനങ്ങൾക്കുണ്ടായിരുന്നു. താങ്കൾ ഈ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിൽ ഒന്നും ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പകരം താങ്കൾ വികസനം മാത്രം മുൻനിർത്തിയാണ് മുൻപോട്ട് പോയിരുന്നത്. പക്ഷെ താങ്കളുടെ കാലത്താണ് നാളിതുവരെ BJP കേൾക്കാത്ത കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നത്. ഇത് പോലീസ് കേസല്ല, പാർട്ടി അന്വേഷിക്കേണ്ട കേസുമല്ല, ED അന്വേഷിക്കേണ്ട കേസാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ ED വരട്ടെ എന്ന് പറയുന്ന BJP അണികൾ ആദ്യം പറയേണ്ടത് 50 കോടിയും 100 കോടിയും 12 കോടിയും ഇല്ലെങ്കിൽ എത്ര കോടിയാണ് നമുക്കറിയത്തില്ല, കോടികളൊക്കെ കട്ടെടുത്തവരുടെ വീട്ടിലേക്ക് ED അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനേ ഇടവരത്തുള്ളൂ. കാരണം ഒന്നും നടന്നിട്ടില്ല, വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾക്കിടയിൽ രോഷം അണപൊട്ടും. സമാനമാണ് CPM-ൽ സംഭവിച്ചതും അത് തന്നെയാണ്. ഒന്നും നടന്നിട്ടില്ലെന്ന് അണികളുടെ അടുത്ത് പറയും, അച്ചടക്കത്തിന്റെ കണ്ണുരുട്ടും. ഒടുവിൽ ഈ അണികൾ നല്ലൊരു അവസരം വരും. അണികൾക്ക് എപ്പോഴും ഒരു പവർ കയ്യിലുണ്ട്. എന്താണെന്ന് അറിയാം, അനുഭാവികൾക്കും അണികൾക്കും 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുക എന്നൊരു പവറുണ്ട്. അവർ വട്ടപൂജ്യമാക്കി കൈത്തരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. താങ്കൾക്ക് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പരാതികൾ ദേശീയ നേതൃത്വത്തിനും, ഇത് പലതും RSS നേതൃത്വത്തിനും അറിയാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹണി ട്രാപ്പ് കേസ് RSSന്റെ നേതൃത്വത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ പരാതി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഹണി ട്രാപ്പ്, ബ്ലാക്ക് മെയിലിംഗ്, തലസ്ഥാന നഗരിയിൽ ഒരു ബ്ലാക്ക് മെയിലിംഗിന് ശ്രമം നടന്നു. പക്ഷെ അത് ഭരണ തലത്തിലുള്ള സംവിധാനങ്ങൾ അതിനെ പാടെ വെട്ടി. അവിടെയും ഈ ആരോപണ വിധേയനായ സംസ്ഥാന ഗുരുനാഥനാണ്, ഗോഡ് ഫാദർ ആണ് അവിടെ നിൽക്കുന്നത്. ഈ ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല, ചുക്കിലും ചുണ്ണാമ്പിലും എല്ലാത്തിലും ഉണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇതൊരു സംഭവമാണെന്നാണ്. അപ്പം അത് എന്തായാലും ഒതുങ്ങിക്കെട്ടി. ഇങ്ങനെയൊക്കെയുള്ള തരം താഴ്ന്നത്, ഗുണ്ടായിസം, പിടിച്ചുപറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഫണ്ടിനെ കുറിച്ച് പൊതുജനം ചോദിക്കുന്നതും പൊതുജനത്തിന് അറിയാൻ ആഗ്രഹിക്കുന്നതും അവൻ കൂടെ കൊടുത്ത ഫണ്ടാണ്. പാർട്ടി ഫണ്ടെന്നും മറ്റേ ഫണ്ടെന്നും പിരിവിന് വരുമ്പോൾ അവന്റെ ഒരു ദിവസത്തെ വേതനവും അവൻ അധ്വാനിച്ച തുകയുമായതുകൊണ്ട് അത് അറിയാനൊരു കടമയുണ്ട്. ഇത്രയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുമ്പോൾ അത് വ്യക്തമാക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ഇതിന്റെ അന്വേഷണം പാർട്ടിയല്ല നടത്തേണ്ടത്, പാർട്ടിക്കാനുള്ള ഓപ്ഷൻസ് പാർട്ടി നടത്തുക, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ED പോലുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് വരണം. കാരണം ഇത് വലിയ സ്കാം ആണ് നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹണി ട്രാപ്പ് അടക്കം ഉള്ളതിൽ പെട്ടിരിക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ വളരെ മൃഗീയമായിട്ട് ഒരുപക്ഷെ അവരെ തെരുവിൽ മറ്റുള്ളവർ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതും കൂടെ ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കണം. അവരെ നിങ്ങൾ എത്ര പൊതിഞ്ഞ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഒരു സംസ്ഥാന ഉന്നതനാണ്. ആ ഉന്നതനാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഉന്നതനും അറിയാം ഇത് കാര്യങ്ങളൊക്കെ, കാരണം ഇതിന്റെ ഒരു ഷെയർ അവിടെയും പോയിട്ടുണ്ട്. ഇനിയും പൊതിഞ്ഞു കെട്ടി മുമ്പോട്ട് പോയാൽ, ഈ പാടുകളെ ഇനിയും പൊതിഞ്ഞു കെട്ടി മുമ്പോട്ട് പോയാൽ നിങ്ങൾ അപഹാസ്യരാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് ഒരു മലയാളത്തിലുള്ള പഴഞ്ചൊല്ലാണ്, തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. അതുകൊണ്ട് അവരെയൊക്കെ തോളത്തൊന്ന് ഇറക്കി വിട്ട് താങ്കൾ ക്ലിയർ ആയിട്ട് നിൽക്കുക. കാര്യങ്ങൾ കൃത്യമായും കർശനമായി എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ പ്രവർത്തകർ താങ്കൾക്ക് ഒരു ഉറച്ച പിന്തുണ തരും. താങ്കളെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. താങ്കൾക്ക് ഉറച്ച നിലപാടെടുക്കാൻ കഴിയും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്കൾ അത് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന.